ജീവിതത്തിലുള്ള സ്നേഹം എൻ്റെ മാനസികതയിൽ ദൈവത്തിൽ പറയുവാൻ എൻ്റെ അനുഭവം പങ്കുവെക്കാൻ നിങ്ങളുടെ മധ്യത്തിലായിരിക്കാൻ ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഇടവകയിലെ നിരവധി ഭവനങ്ങളുമായിട്ട് വളരെ അടുത്ത കുടുംബബന്ധം ഞങ്ങളുടെ ഭവനത്തിലുണ്ട്. ഞാനിവിടെ ഇരുന്നപ്പോൾ ഓർക്കുകയായിരുന്നു, സ്കൂൾ പഠന കാലത്ത് ഈ ദേവാലയത്തിൽ പങ്കെടുക്കാൻ ഞായറാഴ്ചകളിലാണ്. അന്ന് ഞങ്ങൾ ഈ ഇടവകയുടെ തെക്കും ഭാഗം സൺഡേ സ്കൂളായിട്ടാണ് അറിയപ്പെടുന്നത്. ചൈൽഡ്ഹുഡ് ജംഗ്ഷന് പടിഞ്ഞാറ് കിഴക്ക് റോഡോട് ചേർന്നുള്ള ബിഷപ്പ് എബ്രഹാം മെമ്മോറിയൽ ലൈബ്രറി കെട്ടിടത്തിലാണ് അന്ന് സൺഡേ സ്കൂൾ ദീർഘകാലം പ്രവർത്തിച്ചത്. പിന്നീട് കുറച്ച് വർഷങ്ങൾ ഞങ്ങളുടെ ഭവനത്തിൽ സൺഡേ സ്കൂൾ നടന്നു. ശേഷമാണ് ചാമ്പൽ അങ്ങോട്ട് മാറിയത്. അന്ന് ഞങ്ങൾ ഈ സൺഡേ സ്കൂൾ കഴിഞ്ഞിട്ട് ഈ ദേവാലയത്തിലെ ആരാധനയ്ക്ക് കൃത്യസമയത്ത് എത്തിച്ചേരാൻ വേണ്ടി ഈ ചായമുറി വഴി വരാതെ കുറുക്ക് വഴിയായി പുറകെയുള്ള പാടം കൂടെ കയറി ആര്യാട്ട് ഭവനത്തിലേക്കുള്ള വഴി കൂടെയാണ് ഞങ്ങൾ ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നത്. അന്ന് ഈ ദേവാലയത്തിലെ പ്രസംഗ വേദിയിലെ മറക്കാനാവാത്ത ഒരു സാന്നിധ്യമായിരുന്നു കോട്ടക്കുഴിയിലെ ഊണിനെ പറ്റി. അപ്പച്ചൻ എൻ്റെ പ്രസംഗത്തിൽ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ എൻ്റെ പ്രസംഗം പക്ഷേ പറഞ്ഞില്ല, ഞാൻ പറയുന്ന കുറിവാക്കും വചനം നിങ്ങളുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. അത് ഭാവിയിലെ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ദൈവകൃപയുള്ള അപ്പച്ചന്മാരെ സുവിശേഷകരെ അനുഗ്രഹിക്കുന്ന വൈദികര് ദൈവവചനം പറഞ്ഞ ഈ വേദിയിൽ ഞാൻ നിൽക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ദൈവം തന്ന ഒരു അനുഗ്രഹവും പദവിയുമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞാൻ കടന്നുപോയ എൻ്റെ ജീവിത അനുഭവങ്ങൾ, അതിന്മേൽ ദൈവം നടത്തിയ വിധങ്ങളാണ് ദൈവവചനവുമായിട്ട് നിങ്ങളുടെ മുമ്പാകെ നിൽക്കാൻ എനിക്ക് പ്രേരകമായത്. ഞാൻ കടന്നുപോയ അനുഭവങ്ങൾ തികച്ചും അവർണ്ണനീയമാണ്. ദൈവം തന്ന സൗഖ്യം മറ്റുള്ളവരിൽ മറച്ചു വെക്കാതെ അത് തുറന്നു പറയുന്നത് അനേകർക്കും അത് ഉറപ്പും ബലവും പകരാനും ദൈവവചനം ദൈവനാമോത്തപ്പെടാനും വേണ്ടി മാത്രം. എൻ്റെ അനുഭവത്തിൽ രംഗം ചുരുക്കം പറഞ്ഞുകൊണ്ട് ഞാൻ വചനത്തിലേക്ക് വരാം. സമയത്തിൻ്റെ ലഭ്യത അനുസരിച്ച് എൻ്റെ അനുഭവങ്ങൾ വചനത്തിലൂടെ ഞാൻ പങ്കുവെക്കും. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ക്യാൻസറുമായി നിരന്തര പോരാട്ടത്തിൽ ഓരോ പ്രാവശ്യവും ക്യാൻസറുമായിട്ട് ഞാൻ നേരിട്ട് ഏറ്റുമുട്ടുമ്പോൾ ക്യാൻസർ പരാജയപ്പെടുന്നത് ഞാനത് വിജയിക്കുന്നത് ക്യാൻസറിന്റെ ശക്തിയില്ലാഞ്ഞിട്ടോ ക്യാൻസറിന്റെ ശക്തി കുറഞ്ഞു പോയതുകൊണ്ടോ എന്നാണ്. എന്നാൽ ക്യാൻസറിന്റെ മാരക ശക്തിയേക്കാണ് പവർഫുള്ളാണ് എൻ്റെ കർത്താവിന്റെ ദൈവിക ശക്തി, മൈറ്റി പവർ. അതിനാലാണ് അതിനെ അതിജീവിക്കുവാനും മറികടക്കുവാനും ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ ജീവനോട് അയക്കുവാനും എനിക്ക് കഴിയുന്നു. എൻ്റെ ശരീരത്തിൽ ക്യാൻസറിന്റെ സാന്നിധ്യം ആദ്യമായി കണ്ടെത്തുന്നത് എൻ്റെ ഗാൾ ബ്ലാഡറിലായിരുന്നു. 2016 ജൂണിലായിരുന്നു, അബുദാബിയിൽ വെച്ചായിരുന്നു. അന്ന് അവിടുത്തെ ഡോക്ടർമാര് കോളിസിസ്റ്റോക്ടമി എന്ന സർജറിയിലൂടെ എൻ്റെ ഗാൾ ബ്ലാഡർ നീക്കം ചെയ്തു. പിന്നീട് 2 മാസത്തിന് ശേഷം ഞാൻ നാട്ടിൽ വന്നു വിദഗ്ധ പരിശോധനയ്ക്കായിട്ട്. ഇവിടുത്തെ ഡോക്ടർമാർ പറഞ്ഞു ഒരു സർജറി കൂടെ, ഒരു മേജർ സർജറി കൂടെ ചെയ്യും. അങ്ങനെ എക്സ്റ്റൻഡഡ് കോളിസിസ്റ്റോക്ടമി എന്ന സർജറിയിലൂടെ എൻ്റെ ലിവറിന്റെ കുറെ ഭാഗങ്ങളാണ് ഡോക്ടർമാർ നീക്കം ചെയ്തു. അത് 2016 ഓഗസ്റ്റിൽ ഗോകുലം ഗ്രൂപ്പിന്റെ GE എന്ന് പറയുന്ന ട്രിവാൻഡ്രത്തുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായിരുന്നു സർജറി നടന്നത്. എൻ്റെ പിന്നീട് ക്യാൻസറിന്റെ സാന്നിധ്യം എൻ്റെ ശരീരത്തിൽ എൻ്റെ ലിവറിലായിരുന്നു, കരളിലായിരുന്നു. അന്ന് ബ്രെയിൻ ഡെത്ത് സംഭവിച്ച ഒരു വ്യക്തിയിൽ നിന്നും മസ്തിഷ്ക മരണം സംഭവിച്ച ഒരു വ്യക്തിയിൽ നിന്നും ലിവർ സ്വീകരിച്ച് കരൾമാറ്റ ശസ്ത്രക്രിയ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സർജറിക്ക് ഞാൻ വിധേയനാണ്. 2020 മാർച്ച് 14 വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വെച്ചായിരുന്നു ആ സർജറി നടന്നത്. എൻ്റെ 4ാമത്തെ സർജറി കഴിഞ്ഞ വർഷം ജൂലൈ 25 വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ വെച്ച് നടന്നു. എൻ്റെ ലിവറിന്റെ പുറമെയുള്ള പുറഭാഗങ്ങൾ നീക്കിച്ചു. ഇന്നും ഞാൻ ക്യാൻസർ അറ്റാക്കിലൂടെ കടന്നു പോകുന്നത്. വെല്ലൂരിലെ ചികിത്സ തുടരുകയാണ്. ജാനുവരിയിലാണ്, ഈ വർഷം ജാനുവരിയിലാണ് അത് സ്ഥിരീകരിച്ചത്. അതിന്റെ ചികിത്സ തുടർന്നുകൊണ്ടിരിക്കും. നമുക്കിത് പരിമിതമായ സമയത്തെ ചിന്തയ്ക്കായിട്ട് ഏവർക്കും പരിചിതമായ വേദഭാഗം ഇന്നിവിടെ 1ാം പാഠമായിട്ട് വായിച്ച എസ്കേലിന്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. നമുക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും കരുതുകയും കാക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ ഈ വിശുദ്ധ ദിവസത്തിന്റെ പ്രഭാതത്തിൽ അങ്ങയുടെ ആലയത്തിൽ ഞങ്ങൾ കൂടി വരുവാനും അങ്ങേ ആരാധിപ്പാൻ
ശ്രീപ്പാൻ ലഭ്യമായ നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്നത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരെയും കുടുംബമായിട്ട് അങ്ങയുടെ പാദത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനമായി അങ്ങയുടെ തിരുവചനമായി ഞങ്ങൾ അങ്ങയുടെ പാദത്തിലായിരിക്കുന്നുവല്ലോ. അങ്ങയുടെ വചനത്തിന്റെ ആഴത്തിലുള്ള മർമ്മങ്ങളെ ഞങ്ങൾക്ക് ഗ്രഹിച്ച് മനസ്സിലാക്കി തരണം. വചനം പറയുന്ന അടിയുന്നത് കേൾക്കുന്ന അങ്ങയുടെ മകൾക്ക് ഒരുപോലെ അനുഗ്രഹമാക്കി മാറ്റണം. കർത്താവേ, അങ്ങയുടെ കൃപയാൽ ശക്തീകരിച്ച് ബലപ്പെടുത്തി ആശംസിച്ച് ഞങ്ങളെ അറിയിച്ചാണ് യേശുവിൻ നാമത്തിൽ അറിയിക്കുന്നു. ദൈവത്തെ കേൾക്കുമാറാകണം. ഈ 37-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളില് ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലൂടെ ദൈവം സംസാരിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ അന്നത്തെ ഭൗതികവും ആത്മീയമായിട്ടുള്ള അവസ്ഥ. ഉണങ്ങിയ അസ്ഥി പോലെ അവരായിരിക്കുന്നു. ഇതിവിടെ വായിച്ചോടെ ഞാൻ വീണ്ടും വായിക്കാതെ. ഉണങ്ങിയ അസ്ഥി പോലെ അവരായിരിക്കുന്നു. തുടർന്നുള്ള വാക്യങ്ങളിൽ ദൈവം പറയുന്നത് ഈ അവസ്ഥയിൽ നിന്ന്, ഈ ഉണങ്ങിയ അസ്ഥി പോലുള്ള അവസ്ഥയിൽ നിന്ന് ദൈവ പദ്ധതി പ്രകാരമുള്ള ഇസ്രായേലിന്റെ പുനഃസ്ഥാപനം, റീസ്റ്റോറേഷൻ, വീണ്ടെടുപ്പിനെ കുറിച്ചാണ് തുടർന്നുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ദൈവത്തിന്റെ സ്വന്തം ജനമായ ഇസ്രായേൽ, യഹൂദ ജനം, ദൈവം തന്റെ കണ്ണിനെ കൃഷ്ണമണി പോലെ കാത്തു പരിപാലിച്ച് വഴി നടത്തിയ ഒരു ജനത ദൈവത്തിൽ നിന്ന് അകന്ന് പാപം ചെയ്തു. ദൈവത്തെ ധിക്കരിച്ച്, ദൈവത്തോട് മത്സരിച്ച്, ദൈവത്തോട് മറുതലിച്ചവർ പാപത്തിൽ മുഴുകിപ്പോയി. യിരെമ്യാവ്, യെഹെസ്കേൽ ഉൾപ്പെടെ നിരവധി പ്രവാചകന്മാരിലൂടെ ദൈവം മുന്നറിയിപ്പ് കൊടുത്തതാ. നിങ്ങൾ മാനസാന്തരപ്പെട്ട് പാപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് പശ്ചാത്തപിച്ച് ദൈവത്തിലേക്ക് മടങ്ങി വരണമെന്ന്. എന്നാൽ ഈ പ്രവാചകന്മാരുടെ വാക്കൊന്നും അവർ ചെവിക്കൊണ്ടില്ല. എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിക്കുന്നതില്ലയോ. അതിന്റെ പരിണിത ഫലമെന്ത? തങ്ങളുടെ സ്വന്തം ഭവനം വിട്ട്, തങ്ങൾക്ക് സ്വന്തമായിട്ടായിരുന്ന കൃഷിയിടങ്ങള്, മൃഗസമ്പത്തൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട്, തങ്ങളുടെ രാജ്യം വിട്ടുകൊണ്ട്, എല്ലാറ്റിനും ഉപരി യെരൂശലേം ദേവാലയത്തിലെ ജീവനുള്ള ആരാധന വിട്ടുകൊണ്ട് മറ്റൊരു രാജ്യത്ത്, മറ്റൊരു രാജാവിന്റെ കീഴില് വിഗ്രഹാരാധന നിലനിൽക്കുന്ന ദേശത്ത് കൽദായരുടെ ഇടയിൽ, കൽദായരായ വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയും അതിനെ ആരാധിക്കുകയും എല്ലാ അഭിചാര പ്രക്രിയയിലും മുന്നിൽ നിൽക്കുന്നവരാ കൽദായർ. ആ കൽദായരുടെ ദേശത്ത് എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ട ബന്ദികളായ പ്രവാസത്തിനായിരിക്കുന്ന യഹൂദ ജനത, ഇസ്രായേൽ മക്കൾ. യെശയ്യാവ് 59:2 പറയുന്നുണ്ട്, എന്നെയും നിങ്ങളെയും അകറ്റിയിരിക്കുന്നത് അകൃത്യമാണ്, പാപമാണെന്ന് വളരെ വ്യക്തമായി ദൈവം പറയുന്നു. മത്തായി 15:8 പറയുന്നു, നിങ്ങൾ അന്തരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, ഹൃദയം കൊണ്ട് എന്നിൽ നിന്ന് വളരെ അകന്നിരിക്കുന്നു. എന്തായിരുന്നു അവരുടെ സ്ഥിതി? കേബാർ നദിയുടെ തീരത്ത് ആലയമില്ലാതെ, ആരാധനയില്ലാതെ, വാസസ്ഥലമില്ലാതെ, എല്ലാ സ്വാതന്ത്ര്യങ്ങളും നഷ്ടപ്പെട്ട് ബന്ദികളായി തമ്പടിച്ചിരിക്കുക കേബാർ നദിയുടെ തീരത്ത്. അവയെ സങ്കീർത്തനങ്ങൾ 137 വായിക്കപ്പെടുന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കും അവരുടെ വേദനയുടെ ആഴം എന്താണ്. ഞങ്ങൾ കേബാർ നദിയുടെ തീരത്തിരുന്നപ്പോൾ സിയോനെ ഓർത്ത് ഞങ്ങൾ ഉച്ചത്തിൽ കരയുമെന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. കേബാർ നദിയുടെ തീരത്ത് അനാഥരായിരിക്കുന്ന ഇസ്രായേൽ മക്കൾ പലപ്പോഴും ദൈവം തരുന്ന അനുഗ്രഹങ്ങളാണ്. ദൈവത്തിൽ നിന്ന് അകന്നുകൊണ്ടാണ് അത് നമ്മൾ അനുഭവിക്കാം, ആസ്വദിക്കാം എന്ന് കരുതുന്നതൊക്കെ വളരെ ബോധ്യമാണ്, മൂഢതയാണ്. ദൈവത്തിൽ നിന്ന് അകലുമ്പോഴോ ദൈവം തന്ന അനുഗ്രഹങ്ങള്, സമൃദ്ധി, നന്മകൾ ഓരോന്നായി ദൈവം പിൻവലിക്കും. ഈ ഇസ്രായേൽ മക്കളുടെ, യഹൂദ മക്കളുടെ അനുഭവത്തിൽ അതാണ് നമ്മളെ ദൈവം പഠിപ്പിക്കുന്നത്. ഈ യെഹെസ്കേൽ 1-ാം അധ്യായത്തിലേക്ക് നമ്മൾ പോകുമ്പോഴോ ഇവിടെ പറയുന്നതായിട്ട് കാണാം, ഈ പ്രവാസികളുടെ മധ്യത്തില് കേബാർ നദീതീരത്ത്, ബാബേൽ നദീതീരത്ത് ഞാനിരുന്നപ്പോൾ, ആരാ ഞാൻ? യെഹെസ്കേലിനെ കുറിച്ച് അവിടെ പറയുന്നത്. ആരാ യെഹെസ്കേൽ? പുരോഹിത ഗണത്തിൽപ്പെട്ട, പുരോഹിതന്റെ മകനായി ജനിച്ച, പുരോഹിതനാകാൻ ഏറ്റവും ആഗ്രഹിച്ച, തന്റെ കുഞ്ഞു പ്രായം മുതൽ പുരോഹിതനാകാൻ ഏറ്റവും ആഗ്രഹിച്ച, ദൈവമായിട്ട് ആഴമായ ബന്ധമുള്ള പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു യെഹെസ്കേൽ. ഈ കേബാർ നദീതീരത്ത് ഇസ്രായേൽ മക്കളിൽ എല്ലാ പ്രതീക്ഷയും, എല്ലാ പ്രത്യാശ
പ്രകാശം അസ്തമിച്ചു. അവരുടെ മുന്നിലുള്ളത് ഇരുട്ടും നിരാശയും മാത്രം. ഇരുട്ടും നിരാശയും. ഇവരുടെ ഇടയിലെ ഇതേ അവസ്ഥയായിട്ട് ബന്ധിയായിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് എസ്കേൽ. ഇവർ കൂടിയിരിക്കുന്നതായിട്ട് എസ്കേൽ 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്. ഇവരോടൊപ്പം ഇരിക്കുന്ന എസ്കേൽ. എന്നാൽ എസ്കേലുകളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു. എങ്ങനെ വ്യത്യസ്തനായിരുന്നു? ഈ ഇസ്രായേൽ മക്കൾ, തന്നോടൊപ്പം ഇരിക്കുന്ന ഇസ്രായേൽ മക്കള് അവരെ മുന്നിൽ കാണുന്നത് നിരാശയും അന്ധകാരവും ഇരുട്ടും മാത്രമാണ്. എന്നാൽ എസ്കേലിന്റെ മുന്നിൽ കാണുന്നത് സ്വർഗം തുറന്നിരിക്കുന്ന കാഴ്ചയാണ്. സ്വർഗത്തിന്റെ ദർശനങ്ങളായ എസ്കേൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന്. സ്വർഗം തുറന്ന ദർശനങ്ങളെ കാണുന്ന എസ്കേൽ. നമുക്കറിയാം, ദൈവവുമായിട്ട് ആഴമായിട്ടൊരു ബന്ധം എസ്കേൽ ഉണ്ടായിരുന്നു. ദൈവവുമായിട്ട് ആഴമായിട്ടൊരു ബന്ധമുണ്ടെങ്കിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ, പ്രതികൂല ഘട്ടങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി ജീവിക്കാനും പ്രതിസന്ധിയെ തരണം ചെയ്യാനും ഒക്കെ പോകും. നമ്മൾ സ്വയം ചിന്തിക്കണം. ക്രിസ്ത്യാനിയിൽ നാമതേതിനുപരി ദൈവവുമായിട്ട് ആഴമായിട്ടൊരു ബന്ധമുണ്ടോ, ഒരു വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടോ നമ്മൾ ചിന്തിക്കേണ്ട സമയമാണ്. ഈ നമ്മുടെ ആഗോള ക്രിസ്ത്യ തലത്തിൽ വളരെ പ്രസക്തമായൊരു വേദഭാഗമായിട്ട് നമ്മുടെ ബന്ധങ്ങളെ ദൈവവുമായിട്ടുള്ള ബന്ധങ്ങളെ വിശകലനം ചെയ്യേണ്ട സമയമാണ്. ഈ ഇതിൽ പറഞ്ഞിരിക്കുന്നത് യഹോവയുടെ കൈ അവന്റെ മേലുണ്ടായി, എസ്കേലിന്റെ മേലെ യഹോവയുടെ ആത്മാവ് അവനോടൊപ്പം ഉണ്ടായിരിക്കുന്നു. അവിടെ പിന്നീട് നടക്കുന്നത് എസ്കേൽ ഈ യഹൂദ മക്കള്, ഈ ഇസ്രായേൽ മക്കള് ഇതിവിടെ എവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അറിയാമോ? ഈ കെബാർ നദിയുടെ തീരത്ത്. കെബാർ നദിയുടെ തീരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്രഹാമിനെ വിളിച്ച ആ ദേശത്ത്, അബ്രഹാമിനെ വിളിച്ചു വേർതിരിച്ച് കനാൻ ദേശത്ത് അതേ ദേശത്ത്, ആ ബാബേൽ ദേശത്താണ് ഈ ഇസ്രായേൽ മക്കളെ, യഹൂദ മക്കളെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഒരു കാലചക്രം പൂർത്തിയാകുന്നതോടെ ഈ ബാബേൽ പ്രദേശത്തുള്ള ഊരെന്ന പട്ടണത്തിൽ, കല്ലായിട്ട് ഊരെന്ന പട്ടണത്തിൽ നിന്നാണ് ദൈവം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുന്നു. ഈ ഊരും ബാബേൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഇറാഖിലുള്ള സ്ഥലമാണ്. ഈ ഇറാഖിൽ നിന്നാണ് അബ്രഹാമിനെ വേർതിരിച്ച് ഇന്നത്തെ പലസ്തീനിലേക്ക്, ഇസ്രായേലിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത്. എന്നാൽ ഇത് ഏകദേശം BC 500, ക്രിസ്തു ജനിക്കുന്നതിന് 500 വർഷം മുമ്പ് നടക്കുന്ന പ്രവാസത്തെ പറ്റിയായി പറയുന്നു. ഏകദേശം 500 വർഷം മുമ്പാണ് ബാബിലോണിയൻ സാമ്രാജ്യത്തിന്റെ അധിനിവേശം യഹൂദയിൽ നടക്കുന്നത്. 3 ഘട്ടങ്ങളായിട്ട് യഹൂദ മക്കളെ പിടിച്ചവർ ബന്ദികളാക്കി ബാബേലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഈ ബാബേലിലാണ് അവരായിരിക്കുന്നത്. ഒരു കാലഘട്ടം പൂർത്തിയാക്കുന്ന പോലെ അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച അതേ സ്ഥലത്ത് തങ്ങളുടെ പാപം മൂലം തിരിച്ച് ഇസ്രായേൽ മക്കളെ എത്തിയിരിക്കാം. സീറോയിലെ തുടങ്ങിയെടുത്ത് വീട്ടിലെത്തിയിരിക്കുന്നു. അവിടെ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഏഷ്യയെ കൊണ്ട് അസ്ഥികൂപാലങ്ങളുടെ അസ്ഥി താഴ്വരയുടെ നടുക്ക് നിർത്തിയ ദൈവം. എന്തുകൊണ്ടാണ് ദൈവം അസ്ഥികൂപാലങ്ങളുടെ നടുക്കൊണ്ട് നിർത്തിയത്? പർവ്വതത്തിൽ നിന്ന് ഏഷ്യയെ കാഴ്ച കാണിക്കായിരുന്നു. അസ്ഥികൂപാലങ്ങളുടെ അസ്ഥിയുടെ ഒരു കാഴ്ച പർവ്വതത്തിൽ നിന്ന് ദൈവത്തിന്റെ ഏഷ്യയെ കാണിക്കായിരുന്നു. അല്ലെ പ്രതിസന്ധിയുടെ പ്രതികൂലത്തിന്റെ ആ കാഴ്ച ദൂരത്ത് നിന്ന് ഇസ്രായേലിനെ കാണിക്കാമായിരുന്നു. എന്തുകൊണ്ടാണ് ദൈവം ഏഷ്യയെ ഈ അസ്ഥികൂപാലങ്ങളുടെ അസ്ഥി താഴ്വരയുടെ ഒത്ത നടുവിൽ കൊണ്ട് നിർത്തിയത് മാത്രമല്ല, ഏഷ്യയോട് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റും നടക്കാൻ പറഞ്ഞു. പ്രതിസന്ധിയുടെ ആഴവും പലപ്പും അപ്പോഴാണ് ഏഷ്യയിൽ മനസ്സിലായത്. തൊട്ടടുത്തുള്ള വാക്യങ്ങളുടെ ഏഷ്യയിൽ പറയുന്നുണ്ടോ, ഓരോ അസ്ഥിയുടെ ആധിക്യം എത്രയോ അധികമായിരിക്കുന്നു, അസ്ഥി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന താഴ്വര. രണ്ടാമത് പറയുന്നുണ്ട്, ഇത് ഈ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയിരിക്കുന്നു. അസാധ്യത്തിന്റെ എല്ലാ സാധ്യതകളും അസ്തമിച്ചു. ഒരു പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്താണ് എസ്കേലിനെ കൊണ്ട് ദൈവം നിർത്തിയിരിക്കുന്നത്. ഇതൊരു ചോദിക്കുന്നുണ്ട് എസ്കേലിനോട്, ഈ അസ്ഥികൾ ജീവിക്കുന്നു. പലപ്പോഴും ദൈവം നമ്മളെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകാൻ അനുവദിക്കുന്നത്, പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമ്മൾ ആയിരിക്കുന്നത് പലതരത്തിലുള്ള പ്രതിസന്ധി ആണോ. ഞാനിപ്പോൾ ലോകത്തിലൂടെ കടന്ന പ്രതിസന്ധിയിലേക്ക് ഞാൻ പറയുന്നു, എന്റെ സാക്ഷ്യമുണ്ട്. പ്രതിസന്ധിയിലൂടെ കടന്ന് ദൈവം കൊണ്ട് നിർത്തുന്നത് നമ്മളെ നശിപ്പിക്കാനോ ഇല്ലാതാക്കാനോ ഒന്നുമല്ല, നമ്മളെ വിശ്വാസത്തിൽ വളരാനും
നയിക്കാനും വരാൻ പോകുന്ന പ്രതിസന്ധികളും പ്രതികൂലങ്ങളും അതിൽ നേരിടാനുള്ള ശക്തിയും ബലവും ഊർജവും ആർജിച്ചെടുക്കാൻ ചിലപ്പോൾ പ്രതിസന്ധികളുടെ ദൈവം കടന്നു. പലപ്പോഴും ദൈവത്തിന്റെ സാന്നിധ്യം പ്രതിസന്ധിയിലെ പ്രതികൂലങ്ങളെ കഷ്ടതയിലെ നമ്മളോടൊപ്പം ഉണ്ടെന്ന് നമ്മളെ ബോധ്യപ്പെടുത്താൻ പ്രതിസന്ധികളുടെ ദൈവം കടന്നു. ഞാൻ ആ പ്രതിസന്ധിയിലൂടെ കടന്നുപോയി മരണത്തിന്റെ വക്കിൽ നിന്ന് ഞാൻ തിരിച്ചു വന്നാണ് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. 2019 ജാനുവരിയിലായിരുന്നു എൻ്റെ ലിവറിലെ ക്യാൻസർ കണ്ടെത്തുന്നത്. അന്ന് ഞാൻ അബുദാബിയിലായിരുന്നു. അബുദാബിയിലെ ഒരു പെട്രോളിയം കമ്പനിയിൽ ഞാൻ ജോലി ചെയ്യുകയായിരുന്നു. വിശദമായ പരിശോധനയ്ക്ക് ശേഷം വളരെ മാരകമായ ഹെപ്പറ്റോസെല്ലുലർ കാർസിനോമായ ലിവർ ക്യാൻസർ ആണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. പിന്നീട് ഞാൻ വിദഗ്ധ പരിശോധനയ്ക്ക് ചികിത്സയ്ക്കായി ഞാൻ നാട്ടിലെത്തി. ഇവിടുത്തെ പല ഹോസ്പിറ്റലിൽ ഞാൻ പോയി. അവർ ചെയ്യാവുന്നതാണ്. എൻ്റെ ശരീരത്തിൽ ഒരു തടിപ്പായിട്ടാണ് ഇത് വന്നത്, ഒരു മഴയാണ്. അവർ പരിശോധന ഇതിനെടുത്ത് കളയാനായിട്ട് നമ്മുടെ ടെക്നോളജിയുള്ള പല ചികിത്സകളും ചെയ്തു. ഒരു മൈക്രോവേവ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ഒരു മോഡേൺ ടെക്നോളജിയാണ്. മൈക്രോവേവ് കൊണ്ട് ഇതിനെ കഴിച്ചു. എന്നാൽ ഈ ഇവർ ചെയ്ത പ്രൊസീജിയർ എല്ലാം ചെയ്തിട്ടും ഒരു ഫലവും ഉണ്ടായിരുന്നു. ഇത് ഇല്ലാതാകുന്നതിന് പകരം ഈ തടിപ്പുകളുടെ എണ്ണം വർദ്ധിക്കുകയായിരുന്നു. 1 നിന്ന് 3 ആയി. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഇനിയിപ്പം ഒന്നും ചെയ്യാൻ സാധ്യമല്ല, നിങ്ങൾ ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയമാണ്. അങ്ങനെ നമ്മുടെ സഭയിലുള്ള ഒരു വൈദികൻ ലിജു രാജവച്ചൻ അദ്ദേഹം 2016 ഓഗസ്റ്റിലെ ലിവർ സർജറിക്ക് വിധേയനാണ്. അദ്ദേഹത്തിനായി ഞാൻ ബന്ധപ്പെട്ട് ഞാൻ അബുദാബിയിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു വെല്ലൂരിലൊക്കെ പോയി ആ ഡോക്ടർമാരുമായിട്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ഞാൻ 3ാമത്തെ ഒപ്പീനിയൻ എടുക്കാം. 2-3 ഹോസ്പിറ്റലിൽ ഞാൻ മുമ്പ് പോയിരുന്നു. 3ാമത്തെ ഒപ്പീനിയൻ എടുക്കുകയാണ് വെല്ലൂരിലേക്ക് കടന്നത്. അവിടെ ഞാൻ ചെന്ന് 2 ആഴ്ചയിൽ ഈ ചെക്കപ്പുകളെല്ലാം ചെയ്തു. അവർ ഇതേ കാര്യങ്ങൾ തന്നെ എന്നോട് പറഞ്ഞു, ലിവർ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, അത് എത്രയും പെട്ടെന്ന് ചെയ്യണം. അത് നമ്മൾ അതിന് നേരിടാൻ പോകുന്ന പ്രതിസന്ധികളാണ് എന്ന് പറഞ്ഞാൽ സാമ്പത്തികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള വെല്ലുവിളികളെ കുറിച്ച് അവരെല്ലാം മനസ്സിലാക്കുന്നു. എല്ലാം അംഗീകരിച്ചുകൊണ്ട് ആ ഹോസ്പിറ്റലുമായിട്ട് ഞാൻ എഗ്രിമെന്റ് സൈൻ ചെയ്തു. കൂടാതെ ലിവർ ലഭിക്കാനായിട്ട് തമിഴ്നാട് ഗവൺമെന്റുമായിട്ടുള്ള എഗ്രിമെന്റ് ഞാൻ സൈൻ ചെയ്തു. അങ്ങനെ ഞാൻ വീടെടുത്ത് 2019 സെപ്റ്റംബറിൽ വീടെടുത്ത് വെല്ലൂരിൽ താമസം ആരംഭിച്ചു. അന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എങ്ങനെയെങ്കിലും ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് എൻ്റെ ജോലിപരമായ അന്തരീക്ഷമാണ്. കാരണം അതിന് ഒരു 4-5 മാസം മുമ്പാണ് ഞാൻ വളരെ കാത്തിരുന്ന പ്രമോഷനൊക്കെ ലഭിച്ച് ഒരു നല്ല പദവി ഞാൻ കിട്ടും. അപ്പം എത്രയും പെട്ടെന്ന് ഈ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ് എൻ്റെ സ്വദേശത്തെ ജോലി സ്ഥലത്തേക്ക് മടങ്ങി പോകുന്ന വലിയ ആഗ്രഹമാണ്. പക്ഷേ സംഭവിച്ചത് മറ്റൊന്നായി. മാസങ്ങളെ കടന്നുപോയി. എനിക്ക് ലഭിച്ചില്ല. അങ്ങനെ 3 മാസം കഴിഞ്ഞു. 2019 ഡിസംബറായി. ഈ ഡിസംബർ 3 മാസം കഴിഞ്ഞപ്പോൾ ഗവൺമെന്റ് അവർ മേജർ സ്കാനിങ്ങുകൾ ചെയ്തു. കാരണം ഗവൺമെന്റിന് അപ്ഡേറ്റ് ആണ് ഈ പേഷ്യന്റ് ജീവിച്ചിരിപ്പുണ്ടോ, ഈ പേഷ്യന്റ് ലിവറിന്റെ അവസ്ഥയില്ല, ലിവർ സ്വീകരിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കാനായിട്ട് MRI, CT, PET സ്കാനിങ്ങിലൂടെ നിരവധി ചെക്കപ്പിലൂടെ നടത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഈ തടുപ്പ് കഴിയുന്ന ഏകദേശം 5 ആയി കഴിഞ്ഞു. അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞ് ഈ 5 കൂടുന്നത് നിങ്ങൾ ക്രിട്ടിക്കൽ കാറ്റഗറിയിലോട്ട് പോകും. ഇതിൽ ഞാൻ ഏറ്റവും കുറഞ്ഞ 2 എണ്ണം നമുക്ക് എടുത്ത് കളഞ്ഞാൽ പോകും. അവരും ഈ മൈക്രോവേവ് ഓപ്പറേഷൻ പറഞ്ഞ പ്രൊസീജിയർ അവിടെ ചെയ്തു. പിന്നെയും മാസങ്ങൾ കടന്നു. 2020 മാർച്ചായി. ഞാൻ ചെന്നത് 7 മാസം കണ്ടു. എനിക്ക് അനുയോജ്യമായ ലിവർ ലഭിച്ചു. വീണ്ടും എൻ്റെ 2ാമത്തെ മേജർ സ്കാനിങ്ങിൻ്റെ സമയമായി. മാർച്ച് 2020 മാർച്ച് 9, 10, 11 തീയതികളിൽ എൻ്റെ മേജർ സ്കാനിങ്ങുകൾ CT, MRI, PET സ്കാനിങ്ങുകൾ നടന്നു. എന്നിട്ട് മാർച്ച് 13-ാം തീയതി ഈ റിസൾട്ട് പറയാനായിട്ട് ഡോക്ടറിനെ ഹോസ്പിറ്റലിൽ വിളിച്ചു. എൻ്റെ ജീവിതത്തിൽ വളരെ നിർണായകമായ ദിവസമായിരുന്നു മാർച്ച് 13. ഞാൻ ഈ ഡോക്ടറെ കാണുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു ചടങ്ങുണ്ട്. ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററെ കാണുക. അവരെ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ചെന്ന ലിവർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്റർ നല്ലൊരു തമിഴ് സ്ത്രീ. അവരോട് റിസൾട്ട് വളരെ മോശമാണ്, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇത് കേട്ടോടെ ഞാൻ റേഡിയോളജി റൂമിൽ പോയി
ഇപ്പോഴും 5 എന്ന് പറഞ്ഞാൽ വളരെ ഡോക്ടർമാരുടെ ക്രിട്ടിക്കൽ കാറ്റഗറിയിലേക്ക് ഞാൻ മാറും. ശാരീരികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടില്ല, പക്ഷേ ഞാൻ നടുക്കുണ്ടായിരുന്നു. എൻ്റെ ലിവറിൻ്റെ എല്ലാ ഭാഗത്തും ക്യാൻസർ ബാധിച്ചു. ലിവറിന് 4 ഭാഗങ്ങളാണ്, 4 ലോബ്സ് ആണ്. അതിൽ 4 ഭാഗങ്ങളിൽ ക്യാൻസർ ബാധിച്ചു. ഇതെന്ത് ചെയ്യണമെന്ന് ഞാൻ റിസൾട്ട് മേടിച്ചുകൊണ്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റിംഗ് റൂമിൽ ഇരിക്കുമ്പോഴാണ് ഇടുക്കി പോലെ മറ്റൊരു വാർത്ത പരത്തുന്നത്. നമ്മളിൽ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ഇടിവെട്ടിൻ്റെ തലയിൽ പാമ്പ് പിടിച്ചാൽ അല്ലെങ്കിൽ മാരകമായ പാമ്പ് പിടിച്ചാൽ. അതേ അവസ്ഥ പോലെ ഇടുക്കി പോലൊരു വാർത്ത പരത്തുന്നു. എന്താണ് ആ വാർത്ത? ഇന്ത്യയിലെ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കാനായിട്ട് ഗവൺമെന്റ് ക്യാബിനറ്റ് തത്വത്തിൽ തീരുമാനമെടുത്ത് അടുത്ത കുറേ ദിവസങ്ങൾക്കുള്ളിൽ പ്രധാനമന്ത്രി ടിവിയിൽ വന്ന് അനൗൺസ് ചെയ്യും, ലോക്ക്ഡൗൺ അനൗൺസ് ചെയ്യും. അന്ന് മുതൽ രാജ്യം നിശ്ചലമായി. കാരണം 6 മാസത്തോളം ഞാൻ ലിവറിന് വേണ്ടി കാത്തിരുന്നു. ഓരോ ദിവസവും കഴിഞ്ഞ് ഞാൻ കാത്തിരുന്നു. എനിക്ക് അനുയോജ്യമായ ലിവർ ലഭിച്ചു. 2-3 ദിവസങ്ങൾക്കുള്ളിൽ ലോക്ക്ഡൗൺ പ്രഖ്യാപിക്കും. എവിടെ നിന്ന് ലിവർ ലഭിക്കും? 7-6 മാസം കിട്ടാത്ത ലിവർ 2 ദിവസത്തിനുള്ളിൽ 3 ദിവസം ഇവിടെ ലഭിക്കുവാൻ മുന്നോട്ട് കാൽ വെക്കാനാകാതെ മരവിച്ച് നിൽക്കുന്ന സമയം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എല്ലാ മാതൃകകളും അടയുന്ന സമയങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ ആഗ്രഹങ്ങളുണ്ട്. എൻ്റെ മുന്നിൽ പരിമിതമായ സാധ്യതകളുണ്ട്. ഒന്നിലേക്ക് ഞാൻ ജോലി സ്ഥലമായ അബ്ദത്തിലേക്ക് പോകും. പക്ഷേ ഈ അവസ്ഥയിൽ അവിടെ ചെല്ലുന്നത് ചികിത്സ എടുക്കാതെ കടന്ന് മരിക്കുന്നതിന് മുന്നോട്ട് പോകുന്നത് അനുയോജ്യമായ തീരുമാനമല്ല. പിന്നീട് നാട്ടിലേക്ക് വരാം. ഞാൻ 7 മാസമായിട്ട് വെല്ലുവിളിയിൽ നിൽക്കുന്നു. നിരവധി പ്രൊസീജിയറുകൾ എൻ്റെ ശരീരത്തിൽ അവർ ചെയ്തു. വലിയൊരു സാമ്പത്തികത്തിന് വേണ്ടി ചിലവായി. മാത്രമല്ല, ലിവർ ലഭിക്കാനുള്ള ഗവൺമെന്റിന്റെ സാധ്യതാ ലിസ്റ്റിൽ ഞാൻ ഒന്നാമതായിട്ട് നിൽക്കുക. ഇതെല്ലാം ഉപേക്ഷിച്ച് നാട്ടിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഏത് ഹോസ്പിറ്റലിൽ പോകും, ഇതെല്ലാം ആദ്യം തൊട്ട് തുടങ്ങും. അതും വ്യക്തിപരമായ തീരുമാനമാണ്. എന്നാൽ അവിടെ നിൽക്കാമെന്ന് വിചാരിച്ചാൽ ഹോസ്പിറ്റലുകാർ പറഞ്ഞു ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചാൽ ഞങ്ങളുടെ ഹോസ്പിറ്റലാണെങ്കിൽ ഭാഗികമായിട്ട് മാത്രമേ പ്രവർത്തിക്കൂ. തിയേറ്ററുകളെല്ലാം അടയ്ക്കും, പ്രത്യേകിച്ച് ട്രാൻസ്പ്ലാന്റ്. പിന്നെ ഗവൺമെന്റിൽ നിന്ന് ഈ വാക്സിനൊക്കെ കണ്ടുപിടിച്ച് ഗവൺമെന്റിൽ നിന്ന് അനുവാദം കിട്ടുന്ന സമയത്തെ വർഷങ്ങളെടുക്കാം, 1-2-3 വർഷങ്ങളെടുക്കാമെന്ന് ആശുപത്രിക്കാർ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ഞങ്ങൾ ഇതിൻ്റെ ഈ വെല്ലുവിളി കോളേജിലെ താഴെ വലിയ ചാമ്പൽ, ഞങ്ങൾ ആ ചാമ്പലിനുണ്ട്. ചാമ്പലിൽ പോയി ദയവായി ഞാൻ ദൈവം അങ്ങെല്ലാം അറിയുന്നു. അങ്ങേക്ക് മാത്രം പ്രവർത്തിക്കാൻ ഒക്കുള്ളൂ. അങ്ങേക്ക് മാത്രം പ്രവർത്തിക്കാൻ. ഞങ്ങൾ 7 മണി വരെ ഞങ്ങൾ മനസ്സിലേക്ക് ഈ സമയം കൊണ്ട് ഈ വാർത്ത പരന്നോട് അവിടെ ചികിത്സയിലായിരിക്കുന്ന എല്ലാവരും അവരവരുടെ നാടുകളിലേക്ക് തൊഴിലിലേക്ക് പോകാനുള്ള ക്രമീകരണം തുടങ്ങി. ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ഞങ്ങളന്ന് 7 മണിക്ക് ഈ ചാമ്പലിൽ നിന്ന് ഈ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഭവനത്തിലേക്ക് താമസിക്കുന്ന ഭവനത്തിൽ വന്നു. അന്ന് ആഹാരം കഴിച്ചെടുത്തു. എന്നാൽ നമ്മുടെ ദൈവം അടുത്ത ദിവസം തുടരുന്നുണ്ട്. അന്ന് രാത്രിയിലെ 12 ഹോസ്പിറ്റലിൽ കോൾ കഴിക്കുന്നു. ഈ ലിവർ ട്രാൻസ്പ്ലാന്റ് കോർഡിനേറ്ററാണ് വിളിക്കുന്നത്. എന്നോട് ഹോസ്പിറ്റലിൽ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് പോകും. എന്തിനാണെന്ന് ഞാൻ ചോദിച്ചത്. എനിക്കറിയാമെങ്കിൽ മണ്ണിൽ ദൈവം അറിയുന്നു. ഞാൻ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഇതേ പരിശോധനകൾ ആരംഭിച്ച് ചെയ്തിട്ട് അവർ പറയുന്നില്ലെങ്കിൽ ഞാൻ വിളിച്ചിരിക്കുന്നു. പല പരിശോധനകളും ഞാൻ നടത്തി. നിരവധി പരിശോധനകളും രക്തസമ്പർക്കവും സ്കാനിങ്ങുകളൊക്കെ ചെയ്തു. രാവിലെ 9 മണിയായപ്പോൾ ഒരു നോട്ടിലേക്കാരനായ ഡോക്ടറിന്റെ അടുത്ത് വന്ന് ഭയങ്കരമായിട്ട് പറഞ്ഞു, നിങ്ങൾ ഫിസിക്കലി ഫിറ്റാണ്, ഇന്ന് നിങ്ങളുടെ ട്രാൻസ്പ്ലാന്റ് സർജറി നടക്കും. അന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി എന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോയി. ആ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ എൻ്റെ സർജറി തുടങ്ങുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുമ്പ് തൊട്ടടുത്ത റൂമിൽ ബ്രെയിനിൽ സംഭവിച്ച ആ വ്യക്തിയുടെ സർജറി ആരംഭിച്ചു കഴിഞ്ഞു. ആ വ്യക്തി ആരെന്ന് എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം, എന്നെ സ്നേഹിക്കാൻ എനിക്ക് വേണ്ടി പറഞ്ഞു
പിതാവ് മറ്റാണ് 15ഓളം ഡോക്ടർമാരെ 2 ടീമായിട്ട് ചെയ്യുന്ന സർജറി ഏകദേശം 15 മണിക്കൂറോളം എടുത്ത് ചെയ്യുന്ന സർജറി. എടുക്കുന്ന സർജറിയോടൊപ്പം തന്നെ ലിവർ മാറ്റി ഫിക്സ് ചെയ്യാനുള്ള സർജറികൾ അത്ഭുതകരമായിട്ട് വിജയകരമായി സർജറി കൊടുത്തത്. പിന്നെ ഐസിയുലേക്ക് മാറ്റി 3-ാമത്തെ ദിവസം പിന്നെ റൂമിലേക്ക് വിശാലമായ റൂമാണ്. എല്ലാ മെഡിക്കൽ ഫെസിലിറ്റിയോടും കൂടി വിശാലമായ റൂം. അതിൽ ഈ മിഷൻ ഹോസ്പിറ്റലായുള്ള മറ്റൊരു വാക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളത്തിൽ കൂടെ കടക്കുമ്പോൾ ഞാൻ ഇതിനോടുകൂടി ഈ നദികളിൽ കൂടെ കടക്കുമ്പോൾ കവിയില്ല. രീതിയിൽ കൂടെ കടന്നാൽ എന്തുപോകില്ല അന്ന് വൈകിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി ടിവിയിൽ വന്ന് ലോക്ക്ഡൌൺ അനൗൺസ് ചെയ്തു. രാജ്യം വീഴ്ച ആശുപത്രിയും അടുത്ത ഭാഗ്യമായിട്ട് മാത്രമേ പ്രവർത്തിച്ചുള്ളൂ. ഈ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞിട്ട് അടുത്ത സർജറിക്ക് വേണ്ടി തുറന്നത് 2 വർഷത്തിന് ശേഷം. പലപ്പോഴും ദൈവം നമ്മളെ പ്രതിസന്ധിയിലൂടെ കടത്തിവിടുന്നത് വേദനയിലൂടെ കഷ്ടതയിലൂടെ കടത്തി നമ്മളെ ഇല്ലാതാക്കുവാനും ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളോടൊപ്പം ബോധ്യപ്പെടുത്താനും ഞാൻ ഇതോടുകൂടി ഞാൻ ഇതിനെ വഴി നടത്തുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. പ്രതിസന്ധിയിൽ തള്ളിക്കളയുന്ന ദൈവമല്ല. നമുക്ക് വേദഭാഗത്തേക്ക് വരാം. ഇവിടെ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഇവിടെ കർത്താവായ യേശു ക്രിസ്തുവും ഇതേ ചോദ്യം തന്നെ തന്റെ ശിഷ്യന്മാരുടെ പല പ്രാവശ്യം ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട് അത് വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കാൻ വേണ്ടി ഈ 5,50,000 പേരെ ഉറപ്പിച്ച സംഭവത്തിലെ അത്ഭുതത്തില് ഫിലിപ്പോസിനോട് ചോദിക്കുന്നത്, നമ്മൾ എവിടെ നിന്ന് ഇവർക്ക് ആഹാരം കൊടുത്തു, ഇവർക്ക് ഭക്ഷിപ്പാൻ എവിടെ നിന്ന് നമ്മൾ കൊടുക്കും, അവിടെ എന്താ നടക്കുന്നത്, എന്താ സംഭവിക്കാൻ പോകുന്നത് ദൈവം മുന്നമേ അറിഞ്ഞിരുന്ന അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ഇതുകൊണ്ട് ഫിലിപ്പോസിനോട് അതേ ചോദ്യം ചോദിച്ചു. വിശ്വാസത്തിൽ ഉറപ്പിക്കാൻ, വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുവാൻ, വിശ്വാസ ജീവിതം നയിക്കാൻ വേണ്ട കാര്യത്തിൽ മൂന്നിലും പകരുവാൻ ഇവിടെ അതേ ചോദ്യമായി ചോദിക്കുന്നത്. ഈ അസ്ഥികൾ ജീവിക്കുന്നു. മാനുഷികമായി പറഞ്ഞു കഴിഞ്ഞാൽ ലോകം പറയുന്നത് ഉണങ്ങിയ അസ്ഥികൾ, ഒരു പ്രതീക്ഷയും അവയവങ്ങളില്ല, മാംസമില്ല, രക്തമില്ല, ഒരു പ്രതീക്ഷയുമില്ല. ലോക പറയുന്നതാണ് ഇവിടെ പറയുന്നത്. ദേവി അങ്ങ് അറിയുന്നു, നിന്നാൽ സാധ്യമാണ് എന്നാണ് പറയുന്നത്. വീണ്ടും ദൈവയോട് പറയുന്നത്, നീ പ്രവചിക്കരുത്. യേശുവിനെ കൊണ്ടാണ് പ്രവചിക്കുന്നത്. ദൈവം പ്രതിസന്ധിയെ ഏതാണ് യേശുവിനെ പരിശീലിക്കുക. നീ പ്രവചിക്കരുത്, ഇങ്ങനെ രീതിയിൽ പ്രവചിക്കരുത്. ഇവിടെ നമുക്കറിയാം, അസ്ഥിയോട് വന്ന് ചേർത്തു. പിന്നെ ഞാൻ നോക്കി അവരുടെ മേൽ ഞരമ്പും മാംസവും അവരുടെ മേൽ തോൽക്കുന്നു. ശ്വാസം അവരില്ലായിരുന്നു. 4 കാറ്റിനോട് പ്രവചിക്കുമ്പോൾ ശ്വാസം അവരിൽ വന്നു. അവർ ജീവിതത്തിൽ ഏറ്റവും വലിയ സൈന്യമായി തീർന്നു. ഒരു സൂപ്പർ നാച്ചുറൽ റീക്രിയേഷൻ ആണ് നടക്കുന്നത്. അമാനുഷികമായ ഒരു പുനർസൃഷ്ടി. അമാനുഷികമായ എന്നാൽ ദൈവത്തിന് മാത്രം സാധ്യമായ ഒരു പ്രവർത്തനം. ദൈവം ഈ പ്രതിസന്ധിയുടെ മധ്യത്തില്, പ്രതികൂലത്തിന്റെ മധ്യത്തില് ഈ യേശുവിനെ പരിശീലിപ്പിക്കുന്നത് കാണാം. യേശുവിനെ പ്രവചിക്കുന്നു. പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉണങ്ങിയ അസ്ഥി പോലെ നമ്മുടെ ആത്മീയത മാറാതെ പലപ്പോഴും ഈ ആത്മീയ ഗോളത്തില് നമ്മൾ ചിതറിക്കിടക്കുന്ന അസ്ഥി പോലെ എന്ന് പറഞ്ഞാൽ ചിതറി ഉണങ്ങിയ അവസ്ഥയിലാണ് നമ്മുടെ ആത്മീയ
ദൈവവചനം, ദൈവം ആ പ്രവാചകന്റെ ശബ്ദം കേട്ടപ്പോൾ അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ദൈവം അസ്ഥികൾ കൂട്ടിച്ചേർന്നു, അകന്നത് ചിതറിക്കിടന്ന അസ്ഥികൾ കൂട്ടിച്ചേർന്നു, അസ്ഥികൂടമായി അതിൽ മാംസം വെച്ച് രക്തം വന്നു, ധമനികൾ വന്നു, അവയവങ്ങൾ വന്നു. പറഞ്ഞുകൊണ്ട് ദൈവവചനം, ഈ ജീവനും ചൈതന്യമുള്ള ദൈവവചനം ഏറ്റെടുത്ത് ജീവനുള്ള ഒരു സൈന്യമായി ദൈവത്തിന് വേണ്ടി നിൽക്കാൻ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവജനത്തോട് ഇതിലൂടെ പറയുന്നത്, നിങ്ങൾ ചിതറിക്കിടക്കുന്ന അസ്ഥിയായി പോകാതെ, നിർജീവ അവസ്ഥയിൽ പോകാതെ, ആത്മീയമായിട്ട് മരിച്ച അവസ്ഥയിൽ പോകാതെ ജീവനുള്ള ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത്, ജീവനുള്ള ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത്, രോഗസൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ വചനം ഏറ്റെടുത്ത് ജീവനുള്ള സൈന്യമായി ദൈവത്തിന് വേണ്ടി നിൽക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സമയം പരിമിതമാണ്. എൻ്റെ വചനങ്ങൾ ഞാൻ വിവരിക്കുകയാണ്. ഈ അവസരം തന്നാൽ നന്ദി പ്രകാശിച്ചുകൊണ്ട് ഞാൻ വിവരിക്കുന്നു.